ഞങ്ങള് വാഴനിക്ക് പോയി ഗൈസ്. അപ്പൊ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വീടില്ലേ അടച്ചു നോക്കണ്ടിട്ടാ. വാഴാനി ഡാമിലാണ്. ഞാനിവിടേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരിക. ആയിട്ട് പറയാനുള്ളത് ഇവിടേക്ക് പ്ലാസ്റ്റിക് ഒന്നും അലൗഡ് അല്ല. അഥവാ കൊണ്ടുവന്നുണ്ടെങ്കിൽ തന്നെ അവിടെ ഒരു ഓഫീസിൽ കൊടുക്കുക. അപ്പോൾ അവർ നമുക്ക് ടാപ്പ് ചെയ്ത് തരും. കുറച്ച് തന്നെ അടുത്ത സെക്ഷൻ കാണുന്നത് റോക്ക് ഗാർഡൻ ആണ്. അപ്പം അങ്ങോട്ടേക്ക് പോകാം. എനിക്ക് സ്റ്റേഡിയം പോലെയായിട്ട് ഗീസ് ഫീൽ ചെയ്യണേ. നോക്കിയിട്ട് വേറെ എന്തായാലും എക്സ്പീരിയൻസ് ആയ കാരണം എനിക്ക് അമ്പോ ഒന്ന് നമുക്ക് വാഴാനി വരെ വന്നു. പക്ഷെ ഡാം നോക്കി ഞാൻ ആദ്യമായിട്ട് വാഴാനി ഡാം കാണാൻ വന്നതാ. വാഴാനി ഡാമിലപ്പോ വെള്ളമില്ല ഗൈസ്. അപ്പൊ എന്ത് ചെയ്യാം? വാ നമുക്ക് അവിടേക്ക് ഒന്ന് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ. ഞങ്ങൾ പോകാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടാ. എങ്കിലും നമുക്ക് അലൗഡ് അല്ല കേട്ടാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പറയാ അലൗഡ് അല്ലേ. വാഴാനി ഡാമിന്റെ ഷട്ടർ നമുക്ക് കണ്ടിട്ട് എനിക്ക് ഇവിടെ വന്നിട്ടൊരു സന്തോഷമായിട്ടുള്ള കാര്യം എന്തിട്ടാണെന്നറിയോ? നിങ്ങൾ വന്നവരൊക്കെ ചിലപ്പോ മനസ്സിലായി ഉണ്ടാവും കേട്ടോ. മനസ്സിലായ ഒരു കമന്റ് ചെയ്തോളാം. ഒരു ടൈമിൽ 20 പേർക്കാണ് പറ്റുള്ളൂ ഇതിലേക്ക് കയറാനായിട്ട്. മാക്സിമം കപ്പാസിറ്റി അതാ. അതിനും കൂടുതൽ കയറിയിട്ടുണ്ടെങ്കിൽ താഴ്ത്തിക്കകത്ത് അവിടെ നീന്തി കുളിക്കാം നമുക്ക്. പാർക്കിലെത്തിയിട്ടാണ്. അവിടെ നിന്ന് നല്ല വ്യൂ ഉണ്ടായിരുന്നു. മോളിൽ നിന്ന് കാണുമ്പോൾ നല്ല വ്യൂ ഉണ്ടായിരുന്നു. നമുക്കൊന്ന് പോയി നോക്കി നോക്കാം. പിന്നെ ഈ ഗാർഡൻ്റെ ഉള്ളിലേക്ക് വന്നാലേ നമ്മളിവിടുത്തെ ചെടികളോ പൂക്കളോ ഒന്നും പറിക്കാനൊന്നും പാടില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും നീറ്റായിട്ട് ഇവർ കൊണ്ടുപോകുന്നത്. പിന്നീട് നമ്മൾ വരുമ്പോൾ ഇത് നമുക്കൊരു കാണുമ്പോൾ ഒരു നല്ലൊരു വൈബല്ല കിട്ടുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പൂക്കളും ചെടികളും പറിക്കരുത്. കാരണം ഒരു സ്ഥലം കാണാൻ